عليكم بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ആദരണീയ ഗുരുദാതന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുണ്യങ്ങളുടെ ഭൂമിലവായ മുത്ത് വസല്ലം എക്കാലത്തെയും പ്രതീക്ഷയാണ്. അവിടുത്തെ ദേഹവും ഭക്ഷണം എല്ലാം അനുഗ്രഹീതമാണ്. സ്നേഹം ചോന്നു പോന്ന ഇക്കാലത്ത് മുത്തുനബിയിലേക്ക് തിരികെ നടക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് മുഴുവനും കരുണ പുലർത്തണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. എന്നാലോ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോടും കരുണ പുലർത്തണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചത്. കുഞ്ഞുങ്ങളെ മുത്തം വെച്ച് മുത്തം സ്നേഹത്തിന്റെ ബാലപാഠം നമുക്ക് പഠിപ്പിച്ചത്. പെൺകുട്ടികളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു. മുതിർന്നവരെ ആദരിച്ചു. സ്വർഗം നേടാൻ ആജ്ഞാപിച്ചു. മനുഷ്യരോടുമല്ല, പക്ഷികളോടും മൃഗങ്ങളോടും സകല ജന്തുജാലങ്ങളോടും പ്രകൃതിയോട് അനാവശ്യമായ പ്രകൃതിയെ നശിപ്പിക്കരുത്. മരങ്ങൾ മുറിച്ചുമാറ്റരുത്. ചെറിയ ഈ ജന്തുക്കളെയും പോലും കൊന്നുകളയരുത്. കടിയുറുമാണെങ്കിൽ പോലും തീ വെച്ച് നശിപ്പിക്കരുത്. മാതാപിന്റെ മുഖത്ത് നോക്കി ചേ എന്ന് വാക്കുപോലെ പറയരുത്. ഇങ്ങനെ സ്നേഹത്തിന്റെ ഒരായിരം ഉപദേശങ്ങൾ മാനവ സമൂഹത്തിനു വേണ്ടി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനിച്ചു. ശത്രുക്കളെയും പോലും അവിടുന്ന് സ്നേഹിച്ചു. ഹിജ്റയുടെ 5-ാം വർഷം മക്കയിൽ വെള്ളക്ഷാമം ബാധിച്ചപ്പോൾ മുത്തനബിനെ വധിക്കാനും നാട് കടത്താനും ശ്രമിച്ചവർ ആകെ പട്ടിണിയിലായ സന്ദർഭം. മദീനയിൽ നിന്ന് വിവരം പറഞ്ഞ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരമാവധി ഭക്ഷ്യധാന്യങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് അവിടുത്തെ സഹാബയെ പറഞ്ഞയച്ചു. മക്കയിൽ പട്ടിണി എടുക്കുന്ന ആൾക്ക് വിതരണം ചെയ്യാനാണ്. അത് അംറു ബിനു ഉമയ്യ റളിയല്ലാഹു അൻഹു ഭക്ഷ്യധാന്യമായി മക്കയിലേക്ക് വരികയും അത് അബൂ സുഫിയാന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തു. കൊടിയ ശത്രു ഭക്ഷണത്തിൽ നിൽക്കുമ്പോഴും അവരാരും പട്ടിണി കിടന്ന് മരിക്കരുതെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താല്പര്യമുണ്ടായിരുന്നു. ഈ സ്നേഹമാണ് നമ്മളുടെ ജീവിതത്തിൽ മാതൃകയാക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.